ഹലോ ഹലോ ഹലോ. അപ്പൊ ഞാൻ തന്നെ പറയാം, അവർക്കൊക്കെ പറയാൻ നല്ല മടിയാണ് കേട്ടോ. മടിയില്ലാത്ത ഒരാൾ ഇവിടെ ഉണ്ടല്ലോ. നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം പറയാൻ എന്തൊക്കെ ഉഷാറാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? കുറെ ദിവസങ്ങളായില്ലേ നമ്മൾ കണ്ടിട്ട്. കുറെ ദിവസം ഒന്നും ആയിട്ടില്ല, 2 ദിവസമായിട്ടുള്ളൂ. വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല. പനി വന്ന് പിന്നെ അതൊക്കെ കഴിയുമ്പോഴേക്കും ഫൈമോന്റെ സൂചി വെച്ച് ഫൈമോൻ ഭയങ്കര ഇടങ്ങേറായിരുന്നു കേട്ടോ. ഇന്നാണ് ഇപ്പൊ ആളൊന്നും ഉഷാറായിട്ടുള്ളത്. കൈ നമ്മുടെ പുഷ്പ സിനിമല്ലേ അതിലെ പോലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയായിരുന്നു കേട്ടോ നടക്കണത്. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു എനിക്ക് ഷോർട്ടെങ്കിലും. പക്ഷെ അവന് ഭയങ്കര കരച്ചില്. അവരെ കളിയാക്കും. എവിടെ മുറുകൈ അതാ കാണിച്ചിരുന്നു. അവനെ കളിയാക്കിയിട്ട് നമ്മള് വീഡിയോ ചെയ്യുമ്പോ അവനക്ക് നല്ല വിഷമം വരും. അപ്പൊ ഞാൻ വീഡിയോ ചെയ്തില്ല. എന്നിട്ട് ഇക്കൊക്കെ പറഞ്ഞു വീഡിയോ ചെയ്യണം. പുഷ്പ നടക്കുമ്പോൾ തന്നെയായിരുന്നു കേട്ടോ ഇങ്ങനെ നടക്കണത്. അല്ല വൈകിട്ടാ ഇന്ന് മറിയോ വേദന മറിയോ? പിന്നെന്താ ഇക്കൊക്കെ ഓരോ ദിവസമായില്ലേ വീഡിയോസിലൊക്കെ വന്നിട്ട്. ഞാൻ കഥയൊക്കെ പറയുമ്പോ ഇക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെന്താ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇക്ക ചിലപ്പോൾ പുറത്ത് ഇക്കൊക്കെ ഇവിടെ നിന്ന് ഇരുന്ന് ബോറടിക്കുന്നു പറഞ്ഞിട്ട് പോയി മാറ്റ് ബോറടിക്കുന്നു പറഞ്ഞിട്ട് അവിടെ നമ്മുടെ കയറ്റത്തിലൊരു കടയുണ്ട് കേട്ടോ. അവിടെ പോയി ഇങ്ങനെ ഇരിപ്പാണ്. അതാണ് ഇപ്പൊ പണി. പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിരിക്കുന്നു. പിന്നെ ഒരു കമന്റ് ഒക്കെ കണ്ടിരുന്നു, ഇക്കാടെ കൂടെ കഴിയുമ്പോ ഇക്കാടെ ഇപ്പാനെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ എന്നൊരു കമന്റ്. ഫൈമൂട്ടിന്റെ ഇടയിൽ കൂടെ ഒരു കുസൃതി കാട്ടി. അതുകൊണ്ടാണ് വേഗം ഒന്ന് വീഡിയോ കട്ടാക്കിയത്. അപ്പൊ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ. ഞാൻ ഇല്ലാത്തതോ നടക്കാത്തതായിട്ട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല കേട്ടോ. എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യമാണ് ഞാൻ എൻ്റെ വ്യൂവേഴ്സിനോട് ഞാൻ പറഞ്ഞത്. അതായത് കുറച്ചായിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയുന്നുണ്ട്. അപ്പോൾ നമ്മള് എന്താ പറയാ, വെഡിങ് ഡേ ആയപ്പോഴാണ് എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മ വന്ന്. അപ്പോൾ വെഡിങ് ഡേ നിങ്ങളോട് ഞാൻ ഒരു പോസ്റ്റ് മാത്രമായിരുന്നു ഇട്ടത്. വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് പറഞ്ഞു പഴയ കഥകളും ഒന്ന് പറഞ്ഞു പോയി. അപ്പോൾ ഇങ്ങനെ പറയാൻ പറ്റുമോ അങ്ങനെ കൂടെ ഇരിക്കുമ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ കഥകൾ മുഴുവനായി പറഞ്ഞാൽ എന്താ പറയാ, ഇതൊന്നും അല്ല, അതിൻ്റെ അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന്റെ തുടക്കത്തിൽ നടന്ന സംഭവങ്ങളാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത് കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇല്ലാത്തതായിട്ട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. നടന്നത് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്താ പറയാ, പറയണമെങ്കിൽ ഇതൊന്നും അല്ല. പിന്നെ അതിനു മാത്രം നമ്മളോട് എന്താ പറയാ, ഒരു റംലാൻ മാസം ആയി ഇത്ര ഞാൻ ഈ ഒരു വീഡിയോ ആണ് ഇങ്ങനെ ചെയ്ത് ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ഇതായിട്ട് ഒരു വീഡിയോ പോയി 2 വീഡിയോ ആണ് ഞാൻ ചെയ്തത്. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യങ്ങളും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഒരു റംലാൻ മാസം ആയിട്ട് പോലും മാറാ രോഗം വന്നിരിക്കുന്ന എൻ്റെ ഇക്കാനെയോ എൻ്റെ ഇക്കാടെ 2 മക്കളെയോ ഒന്ന് കാണാൻ പോലും മനസ്സ് കാട്ടാത്ത ആൾക്കാരാണ് കേട്ടോ. അതിനപ്പുറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് പറയണമെങ്കിൽ. അപ്പോൾ ഇല്ലാത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഉള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് ഇക്കാടെ സമ്മതത്തോടു കൂടി തന്നെ പറഞ്ഞത്. നമ്മുടെ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിലൂടെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇക്കാടെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു കമന്റ് കണ്ടിരുന്നു, ഒരാൾ കമന്റ് ചെയ്തിരുന്നു. അതായത് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണല്ലോ. ചിലവർക്ക് അത് ഇതായിട്ട് തോന്നും. ഞാൻ എൻ്റെ ലൈഫിൽ നടന്ന കാര്യം പറഞ്ഞു എന്ന് മാത്രം. അതിനെ ചൊല്ലി ഒരുപാട് വിഷമങ്ങളും ഒരുപാട് പ്രയാസങ്ങളും നമ്മുടെ മനസ്സിനെ ഒരുപാട് വിഷമിപ്പിച്ച് ഒരുപാട് പ്രതിസന്ധിയിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് നമ്മളെ. ഇന്നിത്ര ഈ ഒരു സാഹചര്യം പോലും അതിൻ്റെയൊക്കെ ഓരോ തുടർച്ചയായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. ഇൻഷാല്ലാ ബാക്കി നമ്മള് ഇക്കൊക്കെ ജോലി കിട്ടി തൃശ്ശൂർ പോയതിൽ നിർത്തിയതാണ്. ഇൻഷാല്ലാ എന്തായാലും ബാക്കി ഞാൻ പറയുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് ഞങ്ങൾക്ക് കുറച്ചു കാലം നല്ല കാലമായിരുന്നു. അപ്പോൾ ആ സ്റ്റോറിയൊക്കെ പറയുന്നുണ്ട്. ഇന്നിപ്പോൾ എന്താ വേറെ ഒന്നുമല്ല, 2 ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മളൊക്കെ മറന്നു പോയാലോ നമ്മുടെ വ്യൂവേഴ്സ്. അത് പറഞ്ഞ് വേഗം ഞാൻ ഒന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഓടി വന്നാണ് ഇക്കാനെയും കൂട്ടിയിട്ട്. സമയം ഇപ്പോൾ 3:30 ആയിട്ടുള്ളൂ കേട്ടോ. ഒരു 4 മണി അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വീഡിയോ എടുക്കാനെ കിട്ടില്ല. ഇക്ക അങ്ങോട്ട് പോവും. പിന്നെ 6 മണി ഒക്കെ ആകുമ്പോൾ നിസ്കരിക്കാൻ സമയമാകുമ്പോഴാണ് ഇക്ക ഇങ്ങോട്ട് വരുള്ളൂ. പിന്നെന്താ
പൊന്നൂസ് ഇല്ല കേട്ടോ. പൊന്നൂസ് എന്റെ വീട്ടില് രാവിലെ മദർസയ്ക്ക് പോയതാണ്. മദർസയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് അവള് വീട്ടിൽ തന്നെ നിന്നിക്കേട്, ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പൊ ഫൈമോനെ ഒരേ ബോറടിച്ച്, ഫൈമോൻ വയ്യാത്ത കാരണം ഫൈമോനെ അങ്ങോട്ട് വിടാനും പറ്റില്ല, ബോറടിച്ചിട്ട് ഇരിക്കുന്നു. അപ്പൊ ഞാനും മിക്കയും കൂടെ വീഡിയോ എടുക്കാതെ പോയിട്ടോ. അവൻ കുളിക്കാൻ വേണ്ടി പോയിട്ടോ. ഇക്കനിപ്പോ എവിടെയെങ്കിലും പോകുമ്പോ അവനിക്ക് ഇക്കാന്റെ കൂടെ പോണെന്ന് പറഞ്ഞിട്ട് വേഗം അങ്ങോട്ട് കുളിക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ എന്താ വേറൊന്നുമില്ല. ഇക്കൊന്നും പറയാനില്ലക്കാ? ഒന്നും പറയാനില്ല, ഒന്നുമില്ല. എന്റെ കാക്ക ഒന്നുമില്ല. ഇക്ക നോക്കാൻ മുടി വെട്ടിക്കുന്ന കണ്ടോ, രസമല്ലോ. ഞാൻ കുറെ ചീത്ത അറിഞ്ഞു കേട്ടോ. അതുപോലെ താടി വടിക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അതിന് ഞാൻ ഇവിടെ തല്ലുകൂടിയിട്ട് നടക്കട്. മുടി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല ഇങ്ങനെ വെട്ടിയത്. ഇക്കാക്ക് ചൂടടിക്കണു, ചൊറിച്ചലാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെട്ടിയിട്ട് വന്നതാണ് കേട്ടോ. അതാ ഫൈമൂട്ടൻ കുളിച്ചിട്ട് വന്നിക്കണു. നീ തോർത്തിട്ടോ. അവൻ കുറേ ദിവസമായിട്ട് ഞാൻ തന്നെ കേട്ടോ കുളിപ്പിക്കല് ആളുടെ. ഇന്നിപ്പോ ഒറ്റയ്ക്ക് പോയി കാക്കക്കുളിയൊക്കെ കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇല്ല നല്ല കുളി. അവന് ദേഷ്യം പേരാണ് കാക്കക്കുളിക്ക് കുളിച്ചു എന്ന് പറയുമ്പോ. ഇല്ല നല്ല കുളിയാണ് എന്റെ കുട്ടി കുളിച്ചിരിക്കുന്നത്. പിന്നെന്താ, ആരും മറക്കരുത്, ആരും സപ്പോർട്ട് വിടരുത്. നമ്മളെ സപ്പോർട്ട് ചെയ്യണം, മുന്നോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യണം. വീഡിയോസ് എല്ലാം മാക്സിമം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. വീഡിയോസിന് ലൈക്ക് കൊടുക്കണം. സബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണം. നിങ്ങളുണ്ട് എന്നൊരു ഉറപ്പിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. വായി തുറന്നു. അതായത് ഉള്ളിലെ സത്യം പുറമേ വന്നു എന്ന് പറഞ്ഞപ്പോ ഇക്കൊക്കെ വായി തുറന്നു കേട്ടോ. കാര്യം അത് തന്നെയാണ്. നിങ്ങൾ ഉണ്ട് എന്നൊരു വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ വിശ്വാസം എന്തായാലും തെറ്റാവൊന്നുമില്ല കേട്ടോ. കാരണം ഞാൻ എന്താ പറയാ, ഇക്കാക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഒറ്റയ്ക്ക് പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ, ഇക്കാടെ റേഡിയേഷൻ കാര്യങ്ങൾ പറഞ്ഞ് പ്രതിസന്ധി നിൽക്കുമ്പോൾ ആരും ഇല്ല കേട്ടോ. എല്ലാവരും എന്താ പറയുക, നൈസിൽ എല്ലാവരും തള്ളിക്കളഞ്ഞു. പൈസന്റെ കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് എല്ലാവരും തള്ളിക്കളഞ്ഞു. അപ്പോൾ ഒറ്റയ്ക്ക് ആയപ്പോൾ എൻ്റെ കൂടെ നിന്നതും ഇൻസ്റ്റഗ്രാം എന്നൊരു ഫാമിലിയിലെ ഒരുപാട് സന്മനസ്സുള്ള ഒരുപാട് ജനങ്ങളാണ് കേട്ടോ എൻ്റെ കൂടെ നിന്നത്. അവരുടെ സഹായം കൊണ്ടാണ് എൻ്റെ അക്കാൻ്റെ റേഡിയേഷൻ ഞാൻ കറക്റ്റ് സമയത്ത് ചെയ്തത്. അപ്പോൾ എനിക്ക് ഉറപ്പാണ് നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന്. ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ. കൂടെ ഉണ്ടാവണം. ഇൻഷാല്ലാ എന്തായാലും നാളെ മുതൽ കറക്റ്റായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ഞാൻ എന്തായാലും ശ്രമിക്കും. ഓരോ സാഹചര്യങ്ങൾ കൊണ്ടാണ് പറ്റുന്നില്ല. പിന്നെ വീഡിയോ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നെറ്റിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ട് ചിലപ്പോൾ നമുക്ക് അവിടെ സെൻറ്ററിലേക്ക് പോകേണ്ടി വരും വീഡിയോ ഒന്ന് അപ്ലോഡ് ആവാൻ. ചിലപ്പോൾ പാടത്തിൻ്റെ അങ്ങോട്ട് പോകേണ്ടി വരും. അങ്ങനെയൊക്കെ ഒരുപാട് ഇടങ്ങേറുകളുണ്ട് കേട്ടോ വീഡിയോ വിടുമ്പോൾ. അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നത്. ഈ വീട്ടിൽ ഈ സൈഡ് തീരെ റേഞ്ച് ഇല്ല. വീഡിയോ ഇവിടെ നിന്ന് അപ്ലോഡായി പോവില്ല. അങ്ങനെയുള്ള സാഹസ്യം ഒക്കെ ചെയ്താലാണ് വീഡിയോ ഒന്ന് അപ്ലോഡ് ആവുക. പിന്നെന്താ, വേറൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നിലവിലെ വിശേഷം. പനി എല്ലാവരുടെയും മാറിയിട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫൈക്കുട്ടന് സൂചി വെച്ച പനിയായിരുന്നു. മോന്ത കെട്ടത് സൂചി വെച്ച പനിയായിരുന്നു. അൽഹംദുലില്ലാ അതും മാറിയിട്ടുണ്ട്. പനി വിട്ടിട്ടുണ്ട്. കൈവേദനയും ഇന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മുടെ ചാനൽ ഇത്ര നേരം കത്തിയടി ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണം കേട്ടോ. വീഡിയോസിന് ലൈക്ക് കൊടുക്കണേ. അപ്പൊ എന്താ പോട്ടെ, നാളെ വീഡിയോ ആയിട്ട് വരാട്ടോ. ബാക്കി കഥകളില്ലേ ഇൻഷാല്ലാ വരുന്നുണ്ട് കേട്ടോ. കണ്ട് സപ്പോർട്ട് ചെയ്യണം വീഡിയോ എല്ലാവരും. പിന്നെ സബ് ചെയ്യണോ, ലൈക്ക് ചെയ്യണോ, പിന്നെ പറയടാ. കഴിഞ്ഞു. അത്രയല്ല, അവര് ബോറടിക്കും, അവരിട്ടിട്ട് പോവും, സ്കിപ്പ് ചെയ്ത് പോവും അടുത്ത വീഡിയോ കാണാന്. അപ്പൊ അത്രയ്ക്കുള്ളൂ കേട്ടോ. ടാറ്റാ ബൈ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്.